സ്റ്റീഫൻ ജോർജ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ മുതിർന്ന നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സ്റ്റീഫൻ ജോർജ്, ഇപ്പോൾ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞത് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം ആഗ്രഹവും അതുപോലെ തന്നെ ഒരാവശ്യവും ആണ് എന്നാണ്. കത്തോലിക്ക സഭയുടെ ഒരു ആവശ്യമാണ് ഇത്. പക്ഷേ നിങ്ങളാണ് മുഖം തിരിച്ചു നിൽക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന്റെ പ്രശ്നം വരുമ്പോൾ പോലും നിങ്ങൾ മൗനത്തിലാണ് എന്നാണ്. അല്ല, ഞങ്ങളാണ് മുഖം തിരിച്ചിരിക്കുന്നതെന്ന് ആരാണ് പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾക്കൊരു മുഖം തിരിവില്ലല്ലോ. ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് ഒരുമിച്ചാകുന്നതിനോ ഒരു അഭിപ്രായ വ്യത്യാസം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. അത് കത്തോലിക്ക സഭയുടെ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ആഗ്രഹമാണ്. നല്ല കാര്യം. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കേണ്ടിയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പോലും ഉണ്ടായിട്ടുള്ള പിളർപ്പ് അനിവാര്യമായിരുന്നില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ അധ്യാപകരുടെ പ്രശ്നം എന്നുള്ളത് ചെറിയ പ്രശ്നമല്ല. അതിന് ഞങ്ങൾ മൗനമൊന്നും പാലിക്കുന്നില്ല. അത് തെറ്റായ പ്രചരണമാണ്. ഇന്നലെ തന്നെ ബഹുമാനായ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി, അതിനകത്ത് കാര്യമായി ഇടപെടും. കേരള കോൺഗ്രസ് ഇടപെട്ട പ്രശ്നങ്ങളിലൊക്കെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുമാനായ മുഖ്യമന്ത്രി അക്കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ വനം വന്യജീവി പ്രശ്നത്തിൽ കേരള കോൺഗ്രസ് നിലപാട് അംഗീകരിക്കപ്പെട്ടില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ അധ്യാപക സംഘടനയുടെ പ്രശ്നം, അധ്യാപക നിയമനത്തിന്റെ പ്രശ്നത്തെ സംബന്ധിച്ചത് ഗൗരവമുള്ള വിഷയമാണ്. അത് പാർട്ടി ചെയർമാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ മൗനമല്ല, ഞങ്ങൾ വലിയ പബ്ലിസിറ്റിക്ക് പോകുന്നില്ലെങ്കിലും ആ കാര്യം നടത്താനുള്ള ശ്രമത്തിലാണ്. ഉദാഹരണം പറഞ്ഞാൽ, ബഹുമാനപ്പെട്ട ജോസ് കെ മാണി മുഖ്യമന്ത്രിയുടെ അടുത്ത് അവതരിപ്പിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസം അസംബ്ലി നടക്കുന്ന സമയത്ത് ബഹുമാനായ ശ്രീ റോഷി അഗസ്റ്റിനും മറ്റ് MLA മാരും ശ്രീ ജയരാജ് ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണുകയും മുഖ്യമന്ത്രി അത് വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കുകയും അതിനുശേഷം ഇവർ പോയി വിദ്യാഭ്യാസ മന്ത്രിയെ കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ താമസിക്കാതെ തന്നെ പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ അഭിപ്രായം. ഇതൊക്കെ വളരെ വ്യക്തമായി നിൽക്കുന്ന സംഭവങ്ങളല്ലേ. ഇതൊന്നും അറിയാതെ ചില ആളുകൾ ഇങ്ങനെ വന്ന് ചാനൽ ചർച്ചയ്ക്കകത്തൊക്കെ മൗനം പാലിക്കുന്നു, നമ്മളെല്ലാം മുഖം തിരിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിനകത്തൊരു അടിസ്ഥാനം ഇല്ല കേട്ടോ. അതാണ് എന്റെ ഫാക്ട്. ഇതാണ് കേരള കോൺഗ്രസുകളുടെ ലയനം നിങ്ങൾ അംഗീകരിക്കുന്നതാണ്. പക്ഷേ അതൊരു പക്ഷേ UDF അനുകൂലമായ ഒരു ലയനം എന്ന രീതിയിലാണ് കേരള കോൺഗ്രസ് ജോസഫ് സ്വാഭാവികമായിട്ടും കാണുന്നത്. കത്തോലിക്ക സഭയും അങ്ങനെ തന്നെയാണല്ലോ. അല്ല, അത് അവരങ്ങനെ അഭിപ്രായം പറയും, ഞങ്ങളുടെ അഭിപ്രായം പറയും. അതാണല്ലോ പ്രശ്നം. നിൽക്കട്ടെ, ഏതായാലും ലയനത്തിലേക്ക് ആദ്യം തന്നെ അതിനുള്ള മനോഭാവം ഉണ്ടാവട്ടെ. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ പിന്നീടല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവര് UDF എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ മറ്റൊരു അഭിപ്രായമായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനിക്കട്ടെ, അങ്ങനെ ചർച്ച ചെയ്താലല്ലോ രാഷ്ട്രീയ പാർട്ടിയുടെ മർജിങ്. ആ മർജിങ് എന്ന ചെറിയ കാര്യമല്ല, ഒരു നിമിഷം കൊണ്ട് നടക്കുന്നതല്ല. അത് ചർച്ച ചെയ്യുമ്പോഴല്ലേ അതിന്റെ കാര്യങ്ങളിലേക്ക് വരേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്തല്ലേ ഒരു സൊല്യൂഷനിലേക്ക് എത്തേണ്ടത്. അത് വരട്ടെ. അതപ്പം അതിന് ഞങ്ങൾ എതിരാണെന്നുള്ള പ്രചരണം തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും അതിന്റെ കത്തോലിക്ക സഭയുടെ ആവശ്യവും ആഗ്രഹവുമാണ്, അത് അങ്ങനെ തന്നെ നിൽക്കും. അത് ഞാൻ പറഞ്ഞല്ലോ. കത്തോലിക്ക സഭയ്ക്ക് മാത്രമല്ല, ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ഈ നന്നായി കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ കേരളത്തിലുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ആ ആഗ്രഹമുണ്ട്. അതിനകത്ത് സാമുദായ വേർതിരിവ് വേണ്ട. എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും കേരള കോൺഗ്രസിനായി നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരത് ആഗ്രഹിക്കുക. തെറ്റ് പറയാനൊക്കെ ഇല്ല. അതാണ് എൻ്റെ കാര്യം. ശരി, നന്ദി ശ്രീ സ്റ്റീഫൻ ജോർജ്. സ്റ്റീഫൻ ജോർജിന്റെ പ്രതികരണം അത് ഇക്കാര്യത്തിൽ മുഖം തിരിഞ്ഞ് ക്രൈസ്തവ സമുദായത്തിന് ആവശ്യങ്ങൾക്ക് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഇല്ല കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് എന്നാണ്. ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നാണ്. ശ്രീജിത്ത്, സ്റ്റീഫന്റെ പ്രതികരണം ശ്രദ്ധിച്ചുവല്ലോ. എന്തായാലും ഈ കത്തോലിക്ക സഭയുടെ ആഗ്രഹം ഉടനെ ഒന്നും നിവർത്തിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കാരണം UDF അനുകൂലമായിട്ടുള്ള ഒരു ഏകീകരണം അതിപ്പോൾ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ്. തീർച്ചയായും അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനൊരു മനോഭാവം ഉണ്ടായി വരട്ടെ എന്നുള്ളതാണ്. തീർച്ചയായും അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് ഈ പിന്നിൽ കത്തോലിക്ക സഭ ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രേരണകളും നടത്തുന്നത്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇപ്പോഴും കടുത്ത നിലപാടുമായി അനുകൂല നിലപാടുകളുമായി ഇവർ നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. അവിടെ സ്റ്റീഫൻ ജോർജ് ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്, അതിൽ ഇടപെടലുണ്ടാവും. കേരള കോൺഗ്രസ് എം ഇടപെട്ട വിഷയങ്ങളിലൊക്കെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പരിഹാരം ഉണ്ടായാൽ ഇതൊരു വലിയ വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ 16,000-ഓളം അധ്യാപന നിയമനങ്ങൾ ഫലത്തിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ സർക്കാരിന് മുന്നിൽ വലിയൊരു പ്രതിസന്ധിയാണ് എന്ന കാര്യത്തിൽ, വലിയ ചോദ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
ഇപ്പോഴത്തെ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി സംഘം അവിടെ കണ്ട ശേഷം, വിദ്യാഭ്യാസ മന്ത്രി കണ്ട ശേഷമാണ് അദ്ദേഹം കൂടുതൽ ശക്തമായി സഭകൾക്കെതിരെ രംഗത്ത് വരുന്നത് എന്നൊക്കെയുള്ളതാണ്. എന്തായാലും ഇതൊരു കീറാമുട്ടിയായി ഇപ്പോൾ എന്തായാലും നിൽക്കുകയാണ്. പരിഹാരമുണ്ടാക്കിയാൽ അതിന് തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിന് വലിയ നേട്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലയനം ഫലത്തിൽ എന്തായാലും സമീപ ഭാവിയിൽ നടക്കും എന്നുള്ള സൂചനകൾ ഇരു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് സഭയടക്കം ആഗ്രഹിക്കുന്ന ഒരു UDF അനുകൂല നിലപാടാണ്. അതിലേക്ക് എന്തായാലും തൽക്കാലം ജോസ് കെ മാണി എത്തിയിട്ടില്ല. പക്ഷെ രാഷ്ട്രീയമാണ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണ്, അതൊക്കെ ഏത് സമയത്തും പക്ഷേ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന്റെ കാര്യം അതൊരു വലിയ വെല്ലുവിളിയായി തന്നെ നിലനിൽക്കും എന്ന കാര്യവും കൂടി ഇപ്പോൾ ഉറപ്പാവുകയാണല്ലോ. കത്തോലിക്ക സഭ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കും തയ്യാറായേക്കും, ഇല്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ സർക്കാരിന് മുന്നിൽ അതൊരു വലിയ വിഷയമായി മാറുകയും ചെയ്യും, അല്ലേ? തീർച്ചയായും അതൊരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി ചൂണ്ടിക്കാണിച്ചതുപോലെ സർക്കാരിനെതിരെ എന്തെങ്കിലും കിട്ടിയാൽ സമരരംഗത്ത് ഇറങ്ങുന്നവരാണ് ഇപ്പോഴും സമരത്തിലുള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അതായത് സഭയെ നേരിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന രീതിയാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിരുന്നത്. നമുക്കറിയാം, ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ തന്നെ കുട്ടനാട് വിഷയത്തിൽ അവിടെ ഏകദിന നിരാഹാരം ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. കത്തോലിക്ക കോൺഗ്രസിന്റെ സംസ്ഥാനതല മാർച്ച് വരുന്നു. അങ്ങനെ സഭ തെരുവിൽ തന്നെയാണ് ഈ വിഷയങ്ങളിൽ പല വിഷയങ്ങളായിട്ടുള്ളത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ളത്. അങ്ങനെ പല വിഷയങ്ങളിലും സഭ സമരരംഗത്ത് ഇറങ്ങി നിൽക്കുകയാണ്. സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPM-നെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയെ സംബന്ധിച്ച് എന്നുള്ളതല്ല. ഇപ്പുറത്തെ മധ്യ കേരളത്തിൽ കാര്യമായ നേട്ടമുണ്ടാക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ഈ പിണക്കങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് പടിവാതിൽക്കലെത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അത് ഒരു തെരഞ്ഞെടുപ്പല്ല, 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ നിൽക്കുന്നു. സംസ്ഥാന ഭരണം തന്നെ മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാതിരിക്കും. ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ രാഷ്ട്രീയം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു വശത്ത് NSS-ഉം SNDP ഒക്കെ സർക്കാരിന് അനുകൂലമായി നിൽക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് സഭകളുടെ വോട്ടൊക്കെ ഇപ്പോൾ കേരള കോൺഗ്രസ് എം മുന്നണിയിലെത്തിയതോടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 71-ൽ 50 പഞ്ചായത്തും LDF പിടിച്ചു എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി പോലെ അങ്ങനെ പല നിയമസഭാ മണ്ഡലങ്ങളും LDF-ന്റെ കൈകളിലേക്ക് എത്തി എന്നുള്ളതാണ്. മധ്യ കേരളത്തിൽ അങ്ങനെ വലിയൊരു വേരോട്ടം ഉണ്ടാക്കാനും ഒരു അടിത്തറ ഉണ്ടാക്കാനും ഫലത്തിൽ UDF-ന്റെ കോട്ടകയായിരുന്ന കോട്ടയം ജില്ലയിലടക്കം വലിയ നേട്ടമുണ്ടാക്കാനും LDF-ന് കഴിഞ്ഞത് ഈ വോട്ട് ബാങ്ക് കൂടി കേരള കോൺഗ്രസ് എമ്മിലൂടെ ഒരു പരിധിവരെ നിന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ആ വോട്ട് ബാങ്കിന് ഇളക്കം പറ്റുമോ എന്ന ചോദ്യമാണ് ഫലത്തിൽ ഈ ബിഷപ്പ് അടക്കമുള്ളവരുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് സംശയിക്കേണ്ടി വരിക. നൽകിയത് അതേസമയത്ത് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ ആവശ്യപ്പെടുകയാണ് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം കത്തോലിക്ക സഭ ആഗ്രഹിക്കുന്ന ഒന്നാണെന്ന്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ.